അലീന പോയതിന് ശേഷം പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് വൈജ നേരെ നെടുമ്പുരക്കിലേക്ക് കയറി വരുന്നുണ്ട്. അലീന പോയ സങ്കടത്തിലിരിക്കുകയായിരിക്കും കേട്ടോ എല്ലാവരും. രാവിലെ അലീന പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് അന്ന് വൈകുന്നേരമാണ് കേട്ടോ വൈജ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം കൊണ്ട് തന്നെ ബാലേന്ദ്രൻ അലീനയെ കൊണ്ട് കൊളത്തൂപ്പുഴയിൽ സ്റ്റാലിലെടുത്ത് ആക്കിയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് വന്ന് കയറി കേട്ടോ. ആകെപ്പാടെ വല്ലാണ്ടൊരു മാനസികാവസ്ഥയിലായിരിക്കും ബാലേന്ദ്രൻ വന്ന് കയറുന്നത്. ബാലൻ അങ്ങനെ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ, അകത്തേക്ക് കയറാതെ അവിടെ ഇരുന്ന പത്രമെടുത്ത് ചുമ്മാ മറിച്ചു നോക്കുന്നുണ്ട്. ആ സമയം കൃഷ്ണമോൾ ഇറങ്ങി വന്ന് ഒരു ചായ കൊടുക്കാണ്. കൃഷ്ണയും ബബിയും രോഹിയും കൂടി അച്ഛൻ്റെ ചുറ്റും വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ, ചേച്ചിയെ കൊണ്ടാക്കിയോ? ആക്കി. അല്ല, ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചിക്ക് വിഷമമുണ്ടോ? പിന്നെ വിഷമമില്ലാണ്ടിരിക്കോ? പോവാൻ നേരം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാറിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് കരയായിരുന്നു പാവം. എങ്കിൽ പിന്നെ ചേച്ചിയെ ആ വണ്ടിയിൽ തന്നെ ഇങ്ങ് കൊണ്ടുവരാൻ മേലാന്ന് വച്ചാ എന്തിനാ നിർത്തിയിട്ട് പോണത്? പാവം ചേച്ചി. എന്ത് ചെയ്യാനാ മോളെ, ജീവിത സാഹചര്യം അങ്ങനെയൊക്കെ അല്ലേ. ഈശ്വരൻ ഓർമ്മ നിശ്ചയിക്കും. നമ്മൾ അതിനൊക്കെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. എന്ത് ചെയ്യാനാ, പോണമെന്നുള്ളത് അവളുടെ തീരുമാനാ. ചങ്കീന്ന് കല്ല് പറിച്ചെറിയുന്ന ഭാവത്തിലാ ആ പാവം പോയത്. അവക്കങ്ങോട്ടേക്ക് പോവാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇവിടെ നിങ്ങളുടെയൊക്കെ കൂടെ കഴിയാനായിരുന്നു അവൾക്കിഷ്ടം. എന്ത് ചെയ്യാനാ, നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ഒരു മറുത. അവൾ ഉള്ളിടത്തോളം കാലം ഒരിക്കലും സമാധാനം കിട്ടില്ല. ആ പാവം അങ്ങനെ പോയി. നിനക്കും നിന്റെ അമ്മയ്ക്കൊക്കെ സമാധാനം കിട്ടാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അച്ഛാ, ആരടുത്താ ചേച്ചിയെ കൊണ്ടാക്കിയത് എന്ന് രോഹി ചോദിക്കാണ്. അത് പിന്നെ അവിടെ ഒരു റബ്ബർ എസ്റ്റേറ്റാ. അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടും റിസപ്ഷനിസ്റ്റായിട്ടും കൊണ്ട് നിർത്തിയിരിക്കുന്നതാ. അവിടെ വേറെ ആരൊക്കെയുണ്ട്? അത് പിന്നെ ആ തോട്ടം നോക്കുന്ന തൊഴിലാളികളുണ്ട്, അവിടുത്തെ മുതലാളി. അല്ല, അവിടെ ഇപ്പോൾ സ്ത്രീകൾ ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല. രോഹി ചോദിക്കാണ്, എന്താ അച്ഛാ ഇത്? സ്ത്രീകൾ ആരുമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചേച്ചി നിർത്തിയിട്ട് വരാൻ അച്ഛൻ എങ്ങനെ തോന്നി? അപ്പോൾ കൃഷ്ണമ്മക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി. കൃഷ്ണമ്മളൊന്നും മിണ്ടാതിരിക്കാണ്. ബബി പറയുന്നുണ്ട്, അതെ, രോഹിയേട്ടൻ ചോദിച്ചത് സത്യമല്ലേ? ഒരു പരിചയമില്ലാത്ത കുറെ ജോലിക്കാരിടയ്ക്ക് ഒരു മുതലെടുത്തൊക്കെ ചേച്ചിയെ കൊണ്ടാക്കിയിട്ട് വരാൻ അച്ഛൻ എങ്ങനെയാ ധൈര്യം വന്നത്? നമ്മുടെ ചേച്ചിയല്ലേ. അപ്പോൾ ബാലൻ പറയാണ്, അലീനയ്ക്ക് ദോഷം ഉണ്ടാവുമെന്ന് കരുതുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ട് ആക്കുമെന്ന് വാക്കൊക്കെ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് അലീന ഏറ്റവും അധികം സേഫായിട്ടിരിക്കുന്ന സ്ഥലമാണ്. അവക്കവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് അച്ഛൻ്റെ വാക്കാ. അലീന ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും അച്ഛനേക്കാളും സുരക്ഷിതത്വമൊന്നും എവിടെയും ചേച്ചിക്ക് കിട്ടില്ല. വെറുതെ അവിടെ കൊണ്ടാക്കണ്ടായിരുന്നു അല്ലേ എന്നും പറഞ്ഞ് രോഹിയും ബബിയൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങളുടെ അമ്മ ഇതുവരെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയില്ലേ? വൈകുന്നേരം എത്തൂന്നാ മനുവേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അച്ഛൻ തിരിച്ചു വന്നിട്ട് വരാൻ വേണ്ടി ആയിരിക്കും നിൽക്കുന്നത്. ശിവേട്ടനെയും കൊടുക്കണ്ടായിരിക്കുമല്ലേ വരുന്നത്? അറിയില്ല. ശിവനങ്ങൾ ഇപ്പോൾ പഴയതുപോലൊന്നും അല്ലല്ലോ. അമ്മയുടെ അഹങ്കാരത്തിലൊന്നും ശിവേട്ടൻ വഴിവെച്ച് കൊടുക്കാറില്ല. അതുകൊണ്ടിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചായ കുടിച്ചോ? ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ ഒരു മനസ്സമാധാനം ഇല്ല. ചേച്ചി പോയതിൽ പിന്നെ മാനസികമായി വല്ലാണ്ടൊരു ബുദ്ധിമുട്ട് പോലെ അച്ഛാ. സഹിക്കാനാവുന്നില്ല. സഹിക്കണം. ഇനി അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയേ പറ്റുള്ളൂ. ഒരു മഴയത്ത് നമ്മുടെ കുടക്കീഴിൽ കയറിയ ഒരാളാണെന്ന് കരുതിയാൽ മതി. മഴ കഴിഞ്ഞപ്പോൾ അയാളങ്ങ് പോയി. അത്രേ ഉള്ളൂ. അങ്ങനെ കരുതി ഇനി ബാക്കിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായെന്ന് എനിക്കറിയാം. രോഹിയുടെ സ്വഭാവത്തിലും ബബിതയുടെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോളം തുടർന്നു പോകണം. പിന്നെ അത്ര ദൂരെയൊന്നും അല്ല. അലീന നമുക്ക് ഇടയ്ക്കായി കാണാന്നേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. എപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ മതി. മനു ഉണ്ടല്ലോ, അവൻ പിന്നെ എപ്പോൾ വെള്ളം റെഡിയാ. അവനെയും കൂട്ടി നിങ്ങളെ അങ്ങ് പറഞ്ഞയക്കാം. കൃഷ്ണ പറയാണ്, എന്തോ ചേച്ചി പോയാൽ പിന്നെ വീട് ഉറങ്ങിയതുപോലെ എന്തോ ഒരു പ്രകാശം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു അച്ഛാ. അകത്തേക്ക് കയറാനേ തോന്നില്ല. അല്ലെങ്കിൽ എല്ലായിടത്തും ചേച്ചി കാണും. കൃഷ്ണയെ, ബബിതെ, രോഹിത്തെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അച്ഛാന്നുള്ള വിളിയും അച്ഛൻ മിസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാ, നിങ്ങളുടെ അമ്മയുടെ ദുർവാശയല്ലേ ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് സഹിക്കുക, അത്ര തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഗേറ്റ് കിടന്ന് ഒരു കാറ് അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. ഒരു ടാക്സി കാറാണ്.
ശിവേട്ടനെ അവിടെ വെച്ച് വൈജ കൊണ്ടുവിടാൻ പറയുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ ഒരു തവണ ഞാനും ഗംഗേട്ടനും കൂടി നിന്നെ അവിടെ കൊണ്ടാക്കിയതല്ലേ, നീയല്ലേ ഞങ്ങളോട് പോലും പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത്. തോന്നുമ്പോൾ ഇറങ്ങിപ്പോവാനും തോന്നുമ്പോൾ കൊണ്ടുവിടാനും ഞങ്ങൾക്ക് സമയമില്ല, അതുകൊണ്ട് നീ വേണം ടാക്സി വിളിച്ച് പോയിക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. വേണ്ട, എനിക്ക് ആരുടെ അവതാരത്തിൻ്റെ ആവശ്യമില്ല, ഞാനേ ടാക്സി വിളിച്ച് പോയിക്കോളാം, എൻ്റെ അതിനുള്ള പണമുണ്ട്, പിന്നെ എൻ്റെ കാറും താമസിയാതെ പുറത്തിറങ്ങും, പിന്നെ നിങ്ങളുടെ ആരുടെയും കാല് പിടിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. മനു പറയാണ്, ഇനിയെങ്കിലും അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് എൻ്റെ പൊന്നാൻറ്റി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ആൻറ്റിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നല്ലോ അലീന. അലീന ഇപ്പൊ പോയല്ലോ, ഇനിയെങ്കിലും ആ പിള്ളേരെയൊക്കെ നോക്കി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഡാ മനു, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട, മര്യാദ വിട്ട് ഇതുവരെ ഞാൻ ജീവിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ വരുന്നത്. ടാക്സി ഒന്ന് മുമ്പിൽ നിൽക്കുമ്പം രോഹിയും ബൊബിയും കൃഷ്ണ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ബാലിന് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ മൈൻഡ് പോലും ചെയ്യാതെ പത്രത്തിൽ കണ്ണു നട്ടിരിക്കുകയാണ്. വൈജി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടാക്സി ഡ്രൈവറോട് ലഗേജ് എല്ലാം ഒന്നകത്തോട്ട് വെക്കാൻ സഹായിക്കണമെന്ന് പറയുമ്പോൾ അയാൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഡിക്കിയിൽ നിന്നും ലഗേജുകളെല്ലാം എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ട് വെക്കുകയാണ്. അങ്ങനെ ആ കാർ തിരികെ പോടുന്നുണ്ട്. രോഹിത്തിനോട് വൈജി ചോദിക്കുകയാണ്, എടാ നിന്നോട് ഇനി പ്രത്യേകം പറയണോ ഇതൊന്ന് അകത്തേക്ക് എത്തിക്കാൻ, അതോ ഞാൻ തന്നെ കൊണ്ടുപോകണോ? വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ല ഇനിയിപ്പോ ഇതും ചുമന്നോണ്ട് എന്നായിരിക്കും ഇവിടുന്ന് പോണത്? പറയാനൊക്കെ ഇല്ലല്ലോ, നിന്റെയൊക്കെ സ്വഭാവമല്ലേ, ഏത് നിമിഷം വേണമെങ്കിലും പോവേണ്ടി വരും. അല്ല അങ്ങനെയാണെങ്കിൽ ഇത് ഹാളിലങ്ങനെ വെച്ചാൽ മതി, വെറുതെ മുറിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. നീ പറഞ്ഞത് ചെയ്യ് രോഹി എന്നും പറഞ്ഞ് ദേഷ്യപ്പെടാണ് കേട്ടോ. രോഹി അതും ചുമന്നാണ്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ബബിതയും കൃഷ്ണയും ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല കേട്ടോ. രണ്ടുപേരുടെ മുഖത്ത് ആകെപ്പാടെ സങ്കടം വന്നിരിക്കുകയാണ്. വൈജി ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പെറ്റതള്ളയാ, വന്ന് കയറിയിട്ട് ഒന്ന് മിണ്ടുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, രണ്ടുപേരും വായിന്ന് മുത്തൊന്നും പൊഴിഞ്ഞു പോവില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണയും ബബി പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇനിയും അവിടുന്ന് മിണ്ടിയാല് തീർച്ചയായിട്ടും വഴക്കുണ്ടാവും, അതവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. ഇതൊന്നും സംഭവിക്കാത്ത മട്ടില് അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലൻ. അങ്ങനെ വൈജ അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറി പോവാണ്. അവളുടെ മുറിയിലേക്ക് പോയി ആ ബാഗുകളെല്ലാം എടുത്തു തുറന്ന ഡ്രസ്സുകളെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഹാളിലേക്ക് ഇറങ്ങി വരികയാണ്. നോക്കുമ്പം 3 പേരും കൂടി അടുക്കളയിൽ തകൃതിയായിട്ട് പണിയാണേ. എന്തെടുക്ക എവിടെയെന്ന് ചോദിക്കുമ്പം ഞങ്ങള് അത്താഴുണ്ടാക്കാമേ എന്ന് പറയാണ്. രോഹിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? ഞാൻ സസ്പെൻഷനല്ലേ അമ്മേ, എങ്കിലും നിനക്ക് പഠിക്കാമല്ലോ. അല്ല നിനക്കെന്താ അടുക്കളയിൽ കാര്യം? എന്താ അമ്മേ അങ്ങനെ ചോദിച്ചത്? അല്ല നീ ഒരാണാണെന്ന് നിനക്കറിയില്ലേ? അടുക്കളയിൽ കയറി പാചകം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? അമ്മേ ഇത് എൻ്റെ വീടല്ലേ, ഇവിടെ ആണ് പെണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതെന്റെ സഹോദരിമാരല്ലേ, അവരെടുക്കുന്നത് ജോലി ചെയ്യുമ്പോൾ ഞാനെന്തിനാ പോയി അകത്തിരിക്കുന്നത്? ഞാനിപ്പോ എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി ചപ്പാത്തിയുടെ പരിപാടിയില്ല, ഞാനാണല്ലോ ചിക്കൻ കറി വെക്കാൻ പോവാ. ഞാനിപ്പോൾ അതിൽ നല്ല എക്സ്പേർട്ടാ, യൂട്യൂബ് നോക്കി പഠിച്ചതാ. പിന്നെ അലീന ചേച്ചിയും കുറേയൊക്കെ പറഞ്ഞു തന്നു, അതുകൊണ്ട് എനിക്കിപ്പോൾ ചേച്ചിയുടെ കൈപ്പുണ്യാ. മിണ്ടി പോവരുത് അലീന ചേച്ചി, നാണമില്ലോടാ നിനക്ക്? വലിയ വാചകം പഠിക്കുന്നു, വലിയ വീരമായിപ്പോയി. അടുക്കളയിൽ കയറി പണി ചെയ്തിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് കേട്ടില്ലേ? അമ്മേ അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാനിപ്പോൾ വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോയിട്ട് ഒരു മുറി താമസിക്കേണ്ടതാ ഞാൻ ചെയ്യേണ്ടതല്ലേ? പിന്നെ അമ്മയ്ക്ക് അസുഖം വന്നാ, എൻ്റെ സഹോദരികൾക്ക് അസുഖം വന്നാ ഞാൻ ചെയ്യണ്ടേ? അതുകൊണ്ട് ഇതൊന്നൊരു കുറച്ചിലായിട്ട് ഞാൻ കരുതുന്നില്ല. ഇത്രയും കാലമായി നിങ്ങളുടെ അച്ഛൻ ഇന്ന് വരെ അടുക്കളയിൽ കയറി ഒരു ക്ലാസ് എങ്ങനെ കഴിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്മേ അത് അച്ഛനെ ആരും പഠിപ്പിക്കാഞ്ഞത് കൊണ്ടല്ലേ, ഞങ്ങളെ ഇപ്പോൾ അലീന ചേച്ചി പഠിപ്പിച്ചല്ലോ. എടാ പൊട്ടന്മാരെ, നിങ്ങളെയൊക്കെ കൂടി പണി ചെയ്യിപ്പിച്ചിട്ട് ആ അലീന നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ. ഞാനൊന്നും പറയുന്നില്ല, അമ്മ ഒന്നും പറയാത്തതാ നല്ലത്. അമ്മയുടെ വാ തുറന്ന ഇമ്മാതിരി ചീപ്പ് വർത്താനേ വരുള്ളൂ എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. ദേ കൃഷ്ണേ മതി, എന്ത് പറഞ്ഞാലും നിനക്കുള്ളതാ എന്റെ മെക്കിട്ട് കയറ്റം. അമ്മ പറഞ്ഞത് അങ്ങനെ ആയതുകൊണ്ടാ. മക്കളോട് പറയാൻ പറ്റുന്ന ഭാഷയാണോ അമ്മ ഇപ്പൊ പറഞ്ഞത്? ഓ ഇവിടെ നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അമ്മ പറഞ്ഞതായിപ്പോയ തെറ്റ്. അതെ അമ്മ പറഞ്ഞത് തെറ്റ് തന്നെയാ. അമ്മയ്ക്ക് കോമൺ സെൻസ് ഇല്ലേ എന്ത് പറയണമെന്നുള്ളത്? അങ്ങനെ രോഹിയോടന്ന് ചിക്കൻ കറി വെക്കുമ്പം മതിയടാ ഇറങ്ങിപ്പോടാ,
നാളെ കല്യാണം കഴിഞ്ഞാലേ നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞാലേ നിന്റെ പെണ്ണുപിള്ളയും ഇതുപോലെ കയറിയിരിക്കും. എന്നിട്ട് നിന്നെ കൊണ്ടായിരിക്കും എല്ലാം ചെയ്യിക്കുക. നാണം ഇല്ലല്ലോ നിനക്ക് എന്ന് പറയുമ്പം അമ്മേ, അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല. അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞ് രോഹി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യപ്പെട്ട വൈജ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂന്നുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് പാചകമൊക്കെ ചെയ്ത് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് പാത്രമെല്ലാം കഴുകി ഡൈനിങ് ടേബിളിലേക്ക് ഫുഡെല്ലാം എത്തിക്കുന്നുണ്ട്. സമയമായപ്പോഴേക്കും വൈജയും ബാലേന്ദ്രനും ഒക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കാണ്. രോഹി ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്റെ ചിക്കൻ കറി എങ്ങനെയുണ്ട്? ഉഗ്ര ടേസ്റ്റ് തന്നെ. അലീന എങ്ങനെ ഉണ്ടാക്കുവോ അതുപോലെ തന്നെ എന്ന് പറയുമ്പോഴേക്കും വൈജ ആ പ്ലേറ്റ് അങ്ങോട്ടേക്ക് തട്ടി നീക്കുകയാണ്. അലീന 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 നിനക്ക് എന്താടാ? രോഹിത്തെ മിണ്ടാതിരുന്നൂടെ? കഴിക്കുന്ന സമയത്തെങ്കിലും ഒരു സ്വയം തരുവോ? ആ നാശം പിടിച്ചവളുടെ പേരെന്തിനാ ഇവിടെ പറയുന്നത്? നിനക്കൊന്ന് മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, അതിന് നീ പാത്രം തട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. ഭക്ഷണം വെറുതെ കിട്ടുന്നതല്ല, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. അതെടുത്തെറിയാനുള്ള അവകാശമൊന്നും നിനക്കില്ല. മര്യാദക്കെടുത്ത് കഴിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, ഇതിന് എത്ര രൂപയായോ ഞാനതങ്ങ് തന്നേക്കാം. അതുകൊണ്ട് നിന്റെ അച്ഛന് കൊടുത്താൽ മതി, ഇവിടെ ആർക്കും ആവശ്യമില്ല. മര്യാദയ്ക്ക് ആ ഭക്ഷണം എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോഴേക്കും വൈജ ഒന്നും മിണ്ടാതെ ആ ഭക്ഷണം അടുത്തേക്ക് നീക്കുകയാണ്. കൃഷ്ണയും ബബിതയും പറയുന്നുണ്ട്, അമ്മേ ഇത് കിട്ടാതെ എത്രയോ പാവപ്പെട്ട കുട്ടികളുണ്ടെന്ന് അറിയോ അമ്മയ്ക്ക്? എത്രയോ പാവ ആളുകളുണ്ടെന്ന് അറിയോ? ആ സമയത്താണോ അമ്മ ഇതൊക്കെ തട്ടിയെറിയുന്നത്? എന്താടീ പറഞ്ഞത്? പാവപ്പെട്ട കുട്ടികളോ? ഇതെല്ലാം അവള് പറഞ്ഞു തന്നതായിരിക്കും അല്ലേ? അവള് നിങ്ങളെയൊക്കെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്, അതാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതെ അമ്മേ, ചേച്ചി ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തലേന്ന് ഉള്ള ദുഷ്ടചിന്തകളും നഷ്ടചിന്തകളും എല്ലാം മാറ്റിയിട്ടെ അങ്ങോട്ടേക്ക് നല്ല ചിന്തകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു ചേച്ചി ഞങ്ങൾക്ക് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞ കൃഷ്ണ കളിയാക്കുമ്പോ, ദേ കൃഷ്ണേ മതി, ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളച്ചെടുക്കാൻ വരണ്ട കേട്ടോ. അവളെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരണ്ട. എൻ്റെ പൊന്നമ്മേ, ഞങ്ങളൊന്നും പറയാനില്ല. ഡൈനിങ് ടേബിളിലെങ്കിലും കുറച്ച് സമാധാനം തരുമോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മിണ്ടാതിരുന്ന് കഴിക്കുകയാണ്. വൈജയും കഴിച്ചെന്ന് വരുത്തിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവനവൻ്റെ പ്ലേറ്റൊക്കെ എടുത്ത് വൈജയുടെയും ബാലിനങ്ങളുടെ പ്ലേറ്റ് അവർ എടുക്കുകയാണ്. ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കളെല്ലാം ക്ലീൻ ചെയ്ത് അവർ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അലീന ഇവിടെ പുതിയ ചുറ്റുവട്ടങ്ങളൊക്കെ കൊണ്ടുവന്നുള്ള കാര്യം വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ തീരെ അങ്ങോട്ടേക്ക് സൂഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു പോവാണ് കേട്ടോ. എല്ലാവരും അലീനെ വീഡിയോ കോൾ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ വിഷമങ്ങളൊക്കെ പതിയെ പതിയെ ഒന്ന് മാറി മാറി വരികയാണേ. ഈ സമയത്ത് നമ്മുടെ രോഹിയും അതുപോലെ രേവതിക്കുട്ടിയും പതിയെ ഫോണിൽ മെസ്സേജൊക്കെ അയക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ വൈജി ആണെങ്കിലോ അവിടെ അലമാരയുടെ മുകളിലായിട്ട് ഒരു ഫയൽ കിടക്കുന്നത് കാണുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അതെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ രോഹിയെ വിളിക്കുന്നുണ്ട്. എന്താമ്മേ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ദേ ഈ അലമാരയുടെ മുകളിലായിട്ട് എൻ്റെ ഒരു പഴയ ഫയൽ കിടപ്പുണ്ട്, അതിങ്ങ് എടുത്തു തന്നേ എന്ന് പറയാണ്. അങ്ങനെ കസാരയിട്ട് രോഹി അതിൻ്റെ മണ്ടയ്ക്ക് കയറുന്നുണ്ട്. അങ്ങനെ കയറുമ്പം അവിടെ നിന്ന് ഒരു ഫോട്ടോ കൂടി അവന് കിട്ടുകയാണ്. ആ ഫോട്ടോയും ആ ഒരു ഫയലും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഫയല് വൈജയെ കൊടുക്കാം കേട്ടോ. വൈജ ആ ഫയലൊക്കെ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം രോഹി ഫോട്ടോ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലമ്മേ, ഇത് ആരാ ഫോട്ടോ ഇത് എന്ന് ചോദിക്കാണ്. ഇത് കണ്ട് വൈജ ഞെട്ടിപ്പോകുന്നുണ്ട്. വേറെ ആരെയുമല്ല, സ്റ്റാൻലിയുടെയും വൈജയുടെയും ഫോട്ടോ ആയിരിക്കും കേട്ടോ അത്. ആ ഫോട്ടോ കണ്ടവള് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. എന്നിട്ട് രോഹിയുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് വാങ്ങിക്കുന്നുണ്ട്. അല്ല ആരാമ്മ ഇത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഇതെന്റെ പഴയൊരു ഫ്രണ്ടാ. ആ ഫോട്ടോ എന്തിനാ അമ്മയെടുത്ത് മുകളിലിട്ടിരിക്കുന്നത്? ആൽബത്തിൽ വെച്ചിടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അത് കണ്ടില്ല, പഴയ ഫോട്ടോ അല്ലേ, എടുത്തിട്ടിരുന്നതാ. അപ്പോ വൈദ്യുതി കഴുത്തില് ഒരു താലിമാല കിടക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല അമ്മയുടെ വിവാഹശേഷം എടുത്ത ഫോട്ടോ ആണോ ഇത് എന്ന് ചോദിക്കുമ്പം, അത് പിന്നെ വിവാഹശേഷം ഒരു റിയൂണിയൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അയാളെ കണ്ടപ്പോ ഞാൻ എടുത്തു വെച്ചതാ എന്ന് പറയുന്നുണ്ട്. അല്ല എന്താ അയാളുടെ പേര് എന്ന് ചോദിക്കുമ്പം, അത് പിന്നെ ജോസഫ്.
ആ ജോസഫോ? അതെ, ജോസഫ് എന്ന പേര് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി എന്ന പേര് പറയാൻ പേടിയായതുകൊണ്ട് തന്നെ ജോസഫ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. അമ്മേ, അല്ലല്ല, ഇയാളിപ്പോൾ എവിടെയാ അമ്മേ? അതൊന്നും എനിക്കറിയില്ല. ഈ ഫോട്ടോ വെച്ച് നമുക്ക് ഫേസ്ബുക്കിലും തപ്പിയാലോ? നിനക്ക് എന്തിൻ്റെ കേടാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ പഴയ ഫോട്ടോസ് അല്ലേ, പഴയ ഫ്രണ്ട്സാ. എവിടെങ്കിലൊക്കെ വെച്ച് കാണുമ്പം ഇതുപോലൊരു ഫോട്ടോ എടുക്കും, അത്രേ ഉള്ളൂ. നീ അതിങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ച് അലമാരക്കുള്ളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് രോഹി ഇറങ്ങിപ്പോകുമ്പം ഒരു സംശയത്തിലാണ് പോണത്. കാരണം അയാള് വൈദ്യരുടെ ദേഹത്ത് കൈയൊക്കെ വെച്ചിട്ടുണ്ട്, തോളത്ത് കൈ വെച്ചിരിക്കുകയാണ്. അതും പഴയ കാലത്തെ ഒരു ഫോട്ടോ. റിയൂണിയന്റെ ഫോട്ടോയാണെന്നൊന്നും അവിടുന്ന് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ രോഹി അവിടുന്ന് സംശയത്തോടെ തന്നെ ഇറങ്ങിപ്പോവാണ്. ഈ സമയം രോഹി പോയ ഉടനെ ഡോർ ലോക്ക് ചെയ്ത് ആ ഫോട്ടോ എടുത്ത് വൈജ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ കരയാണ്. കരയുന്ന സമയത്ത് വൈജയുടെ മനസ്സിൽ ഓരോരോ ചിന്തകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടതും വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ രണ്ടുപേരും ലിവിങ് ടു ദ റിലേഷൻഷിപ്പിലാവുന്നതും, അതുപോലെ അവൾ ഗർഭിണിയാവുന്നതും, ഗർഭിണിയായ സമയത്ത് സ്റ്റാൻലി തന്നെ പൊന്നുപോലെ നോക്കിയതും, കുഞ്ഞിൻ്റെ അനക്കങ്ങളൊക്കെ വയറിൽ ചെവി വെച്ചുകൊണ്ട് അവൻ തിരിച്ചറിയുന്നതും, താൻ വൊമിറ്റ് ചെയ്യുമ്പോഴും ക്ഷീണം വന്ന് കിടക്കുമ്പോഴെല്ലാം തനിക്ക് വേണ്ടി എല്ലാ ജോലികളും ചെയ്ത് തന്നെ പൊന്നുപോലെ നോക്കുന്നതും, എല്ലാ കാര്യങ്ങളും അവൾ ഓർക്കാണ്. അതെല്ലാം ഓർത്തുകൊണ്ട് വൈദ്യരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ട്. ശേഷം അവൾ ഓർക്കുന്നത് 7ാം മാസത്തിൽ താൻ പോയിട്ട് വിവാഹം കഴിക്കാനുള്ള രേഖകളെല്ലാമായിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പോയതാണ്. പിന്നീട് ഒരിക്കലും താൻ സ്റ്റാൻലിയെ കണ്ടിട്ടില്ല. ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വൈദ്യ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗേട്ടനും ശിവേട്ടനും അച്ഛനും എല്ലാവരും കൂടി ആഗ്രയിലേക്ക് വരുന്നതും, അവിടെ വരുമ്പോൾ താൻ ഒറ്റപ്പെട്ട് കഴിയുന്നത് കാണുന്നതും, താൻ ഗർഭിണിയാണെന്ന് അറിയുന്നതും, അവിടെ വെച്ച് കുറേ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതും, പിന്നെ നാട്ടിൽ കൊണ്ടുപോയിട്ട് തൻ്റെ പ്രസവം നോക്കുന്നതും, ആ സമയത്ത് തനിക്ക് ജനിച്ച കുഞ്ഞ് മരിച്ചു പോകുന്നതും, പിന്നീട് തൻ്റെ അമ്മ പ്രസവ രക്ഷയ്ക്ക് അവിടെ നിൽക്കുന്നതും, അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വീണ്ടും വരുന്നു. കുറേ കാലം ഡിപ്രഷനും ഒക്കെ ആയിട്ട് ഒരു മുറിക്കുള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുന്നു. അതിനുശേഷം വീണ്ടും ബാല്യനുമായിട്ടുള്ള കല്യാണം, അതെല്ലാം ഓർക്കാണ്. പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതം ഒരു യാന്ത്രികമായിരുന്നു. താന് ആകെപ്പാടെ മാറിപ്പോയി. ദേഷ്യവും എല്ലാവരോടുമുള്ള വൈരാഗ്യവും ആരോടൊക്കെയുള്ള ദേഷ്യം, അതെല്ലാം അവൾ ഓർക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും താനീ കഴിയുന്ന ദേഷ്യവും വൈരാഗ്യവും വാശിയുമെല്ലാം സ്റ്റാൻലിയോടാണ്. തന്നെ ചതിച്ചിട്ട് പോയ ആ സ്റ്റാൻലിയോട്. അതെല്ലാം ഇങ്ങനെ ഒറ്റ ഫ്രെയിമിൽ അവൾ ഓർക്കാണ്. ശരിക്കും സ്റ്റാൻലി അവളെ ചതിച്ചിട്ട് പോയതല്ലല്ലോ. അവിടുന്ന് പോയ ശേഷമാണല്ലോ സ്റ്റാൻലിക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നതും കോമയിലാവുന്നതുമെല്ലാം. പക്ഷെ അതൊന്നും വൈദ്യ അറിഞ്ഞിട്ടില്ല. വൈദ്യയുടെ മനസ്സിൽ ഇപ്പോഴും സ്റ്റാൻലി തന്നെ ചതിച്ചിട്ട് പോയി. അതിൽ പിറന്ന കുഞ്ഞ് മരിച്ചുപോയി. എല്ലാം ഒരു ദുസ്വപ്നം പോലെ അവൾ ഓർക്കാണ്. അങ്ങനെ ഫോട്ടോ എടുത്ത് അവളുടെ ഫയലിനകത്ത് വെച്ചതിന് ശേഷം അവളോട് കയറി കിടക്കുന്നുണ്ടോ. അവൾക്കൊരു മനസ്സമാധാനം ഇല്ല. കിടന്നിട്ടും അവൾക്കൊരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ അവള് നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ വന്ന് കുറേ നേരം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് രോഹിത് കയറി വരുന്നുണ്ട് കേട്ടോ. രോഹിത്തിനെ കണ്ടപാടെ അവൾ എഴുന്നേറ്റ് പോകാൻ ഭാവിക്കാണ്. അല്ല, ഞാൻ വന്നപ്പോൾ അമ്മ എങ്ങോട്ട് പോവാ? അല്ല, ഞാൻ അകത്തേക്ക്. അല്ലമ്മേ, അയാളെ കണ്ടിട്ട് എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്. അയാളിപ്പോൾ എവിടെ താമസിക്കുന്നേ? എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അയാളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അയാളെ വേറെ ഏതോ സ്ഥലത്തൊക്കെയാ. എനിക്കൊന്നും അറിയില്ല. അമ്മയാണ് ഇതിനെ ചൂടാവുന്നത്. ഞാൻ ചോദിച്ചു തന്നെ ഉള്ളൂ. ആ ഫോട്ടോയും തരുമോ? അച്ഛനൊന്ന് കാണിക്കാനാ. അച്ഛനെയോ? എന്തിന്? അല്ല, അമ്മയുടെ പഴയ സുഹൃത്തല്ലേ. അപ്പൊ അച്ഛൻ കണ്ടല്ലെന്താ കുഴപ്പം? അച്ഛൻ കണ്ട കാര്യമൊന്നും എനിക്കില്ല. നിനക്കിപ്പോൾ അറിയാലോ, ഞങ്ങളൊരു ഭാര്യ ഭർത്താവിനെ പോലെ അല്ല ജീവിക്കുന്നത്. അയാൾ വേറെ മുറിയിലും ഞാൻ വേറെ മുറിയിലും. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഫോട്ടോ ഒന്നും കണ്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ പാട് നോക്കി പോ രോഹിത്തെ എന്ന് പറയാൻ കേട്ടോ. നീ ഇപ്പം ഇതിനാ ഫോട്ടോയും പൊക്കി പിടിച്ച് നടക്കുന്നത്? ഇപ്പം അതിൻ്റെ ആവശ്യം എന്താ? എന്താടാ, അമ്മയ്ക്കൊരു പഴയ കാമകം വല്ലതും ഉണ്ടോന്ന് അന്വേഷിക്കുകയാണോ നീ? പഴയ ഒരു ഫോട്ടോ അതും പൊക്കി പിടിച്ച് നടക്കുന്നു, നാണം കെട്ടവൻ എന്നും പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണേ. ഇവളുടെ ഈ ഒരു പരിഭ്രാന്തിയും ആ ഒരു ദേഷ്യവും ആ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ട് രോഹിത്തിന് എന്തൊക്കെയോ ഒരു സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് രോഹി വേറെ തെളിവുകളൊന്നും ഇല്ലല്ലോ, ഒരു ഫോട്ടോയിലേ കണ്ടുള്ളൂ. സുഹൃത്തായിരിക്കുമെന്ന് കരുതി അവൻ അവിടുന്ന് പോകണുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മാസമൊക്കെ കഴിയാണ്.
കുളത്തുപുഴയ്ക്ക് പോകാനായിട്ട് രോഹിത്തും അതുപോലെ മനുവും നമ്മുടെ കൃഷ്ണമോളും ബബി എല്ലാം കൂടി തീരുമാനിക്കുകയാണ്. രേവതിക്കുട്ടി ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്യാണ്. അലീന വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അലീന അവിടുത്തെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊരു സൂചന അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മോഡേണായിട്ടുള്ള ഒരാളാണ് അവിടുത്തെ ആളെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കണമെന്നും അവിടെ വന്ന് അധികമായി ഒച്ചയെടുക്കാനോ അധികമായി സംസാരിക്കാനോ ആവശ്യമൊന്നും കാണിക്കണമെന്ന് പാടില്ല എന്നൊക്കെ ഒരു റെസ്ട്രിക്ഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി കാറിന് രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെടുകയാണ്. തൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അലീന ഔസേപ്പിനോട് പറഞ്ഞ് അവളും ചേർന്നുകൊണ്ട് വലിയൊരു സദ്യ തന്നെ ഒരുക്കാൻ കേട്ടോ. സ്റ്റാർലി ആണെങ്കിലും അവർ വരുന്നത് കാത്തിരിക്കാണ്. അങ്ങനെ മനുവും രേവതിക്കുട്ടിയും രോഹിത്തും ബബിയും കൃഷ്ണമോളും അവിടെ ഒന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ വരുമ്പോൾ തന്നെ അവർക്ക് എന്തോ പോലെ തോന്നുകയാണ്. കാരണം കാടിന് നടുവിലായിട്ട് ഒരു വലിയ ബംഗ്ലാവ്, ചുറ്റും പട്ടികളും പ്രാകൂടുകളും ഒക്കെ. അവർ ഇറങ്ങുമ്പോൾ തന്നെ കുറെ പട്ടികളെ കാണാൻ കേട്ടോ. അവർ വരുന്ന പ്രമാണിച്ച് പട്ടിയെല്ലാം പൂട്ടിയിരിക്കുകയാണ് ആൻ്റപ്പൻ. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് വന്ന് കയറുന്നുണ്ട്. വന്ന് കയറുമ്പം സ്റ്റാൻലി അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. സ്റ്റാൻലിയെ കണ്ടപാടെ രോഹിത് ഞെട്ടിപ്പോന്നുണ്ട്. തൻ്റെ കൂടെ അന്ന് അമ്മയുടെ കൂടെ കണ്ട അതേ മുഖച്ചായുള്ള ആള്, അതേ ആള് തന്നെ, മുഖച്ചായല്ല, അവൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. മനുവിനും രേവതിക്കുട്ടിക്കൊക്കെ അറിയാലോ അത് അച്ഛനാണെന്ന്. കൃഷ്ണമ്മക്കും അവര് അലിനുടെ അച്ഛനെ ആദ്യമായിട്ട് കാണാനല്ലേ, അതിലൊരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അവര്. അകത്തേക്ക് കയറി വരുമ്പം മനുവിനെ കണ്ടുകൊണ്ട് ഹലോ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കാണ്. ഹലോ സാർ എന്ന് പറയുന്നുണ്ട്. ഞാൻ മനുശങ്കർ എന്ന് പറയാണ്. കൊല്ലപ്പള്ളിയിലെ ശിവശങ്കരമണിന്റെ മകനാണെന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലി ആ കൈ പിടിപ്പിക്കുകയാണ് കേട്ടോ. തൻ്റെ ഈ ബന്ധം ഇങ്ങനെ ശിഥിലമായി പോകാൻ ഒരു കാരണം അയാൾ കൂടിയാണല്ലോ, അതോർത്തുകൊണ്ട് ആ കൈ വിട്ടപ്പോൾ തന്നെ മനുവിന്റെ കാര്യങ്ങൾ മനസ്സിലാവാണ്. തൻ്റെ മകളുടെ അമ്മയുടെ ആങ്ങളുടെ മകൻ, അതായത് തനിക്ക് പിറക്കാതെ പോയ തൻ്റെ അളിയൻ്റെ മകൻ എന്നൊക്കെ സ്റ്റാൻലി കരുതുന്നതാണ് കേട്ടോ. എല്ലാവരും അകത്തേക്ക് കയറി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ഡൈനിങ് ടേബിളിന് ചുറ്റും എല്ലാവരും വന്ന് ഇരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് തണുത്ത വെള്ളവുമായി ഔസേപ്പ് വരുന്നുണ്ട്. ഈ സമയം അലീന തൻ്റെ പപ്പയ്ക്ക് തൻ്റെ സഹോദരങ്ങളെ പരിചയപ്പെടുത്താണ്. പപ്പ, ഇത് രേവതിക്കുട്ടി, എൻ്റെ കൂടെ ഓർഫനേജിലുണ്ടായിരുന്നതാ. എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാ. ദേ ഇത് കൃഷ്ണ, ബബിത, അതുപോലെ രോഹിത്. ഇവർ മൂന്നുപേരും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സഹോദരങ്ങളാ. ഇത് മനുവേട്ടൻ, അവിടുത്തെ ശിവശങ്കർ മേനോന്റെ മകനാ എന്ന് പറയുമ്പോൾ എല്ലാവരെയും സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ ശരി, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, എല്ലാവരും ആഹാരം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആഹാരം വിളമ്പാൻ ഔസേപ്പിനോട് പറയാണ്. ഔസേപ്പും ബൈജുവും കൂടെ ചേർന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ടേബിൾ നിറയ്ക്കാണ് കേട്ടോ. ചിക്കൻ, മീന്, അതുപോലെ ബീഫ്, അങ്ങനെ പറയണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ അതും ഉണ്ട്. 6-7 കൂട്ടം കറികൾ, പായസം, അങ്ങനെ എല്ലാം തന്നെ ആ ടേബിൾ നിറയ്ക്കാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവർക്ക് തന്നെ അത്ഭുതമായി പോയിട്ടോ. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നുണ്ട്. കൂടെ ഇരുന്നുകൊണ്ട് സ്റ്റാൻലിയും അലീനയും ആഹാരം കഴിക്കുകയാണ്. അലീന ഇവരെ ചുറ്റു നടന്ന് എല്ലാം കാണിക്ക്, ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നുണ്ട്. രോഹിത് ചോദിക്കുകയാണ്, അല്ല ചേച്ചി ഇയാളുടെ പേരെന്താ? സ്റ്റാൻലി ജോസഫ് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണ് രോഹിക്കൊരു കാര്യം മനസ്സിലായത്. സ്റ്റാൻലി എന്ന് പറയാതെ തൻ്റെ അമ്മ തന്നോട് ജോസഫ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് അവന് മനസ്സിലായില്ല കേട്ടോ. അമ്മയും ഇയാളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അപ്പോഴേ നമ്മുടെ രോഹിക്ക് മനസ്സിലായി. അങ്ങനെ അലീന എല്ലാവരെയും കൊണ്ടുവന്ന് അവിടുത്തെ പട്ടികളെയും പ്രാകൂടുകളെയും എല്ലാം കാണിക്കാണ്. അല്ല ചേച്ചിയുടെ മുറി എവിടെയാ എന്ന് ചോദിക്കുമ്പം ബാ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അലീനയുടെ മുറി കാണിക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയൊരു വീട് പോലെയാണ് അലീനയുടെ ഒരു മുറി. ആ മുറിക്കത്തിലെ സൗകര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ വിശാലമായൊരു മുറി. ആ ഒരു കട്ടിലെന്ന് പറഞ്ഞാൽ വലിയൊരു കട്ടിലാണ് കേട്ടോ. എങ്കിലും ആ കട്ടില് ആ ഒരു റൂമിൻ്റെ ഒരു കോണിക്കിടാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം കാണിച്ചു കൊടുക്കാണ്. ബാത്റൂം ആണെങ്കിലോ വലിയൊരു വീടിനത്തിന് വലിപ്പമുള്ളൊരു ബാത്റൂമും. ഇതെല്ലാം കണ്ട് എല്ലാവരും അന്താളിച്ച് നിൽക്കാണ്. എങ്കിലും സൗകര്യങ്ങളെല്ലാം ഗംഭീരാണല്ലോ ചേച്ചി, അടിപൊളി ജീവിതമല്ലേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എടാ ഒരു വലിയ വീട്ടിലെ ഒരു പട്ടി, ആ പട്ടിക്ക് ഒരു സ്വർണ്ണ കൂട അവർ ഉണ്ടാക്കി കൊടുത്തത്. കഴിക്കാൻ സ്വർണ്ണപാത്രം, കുടിക്കാൻ സ്വർണ്ണ ഒരു ബോട്ടില്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആ പട്ടിക്ക് ആ കൂട്ടിലുണ്ട്. പക്ഷെ ആ പട്ടിക്കോ കൂട്ടിനിറങ്ങാനുള്ള അവകാശം മാത്രമില്ല. അങ്ങനെ ആ പട്ടിക്ക് എത്ര കാലം ജീവിക്കാനൊക്കും എന്ന് പറയുമ്പോൾ തന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ബാക്കി എല്ലാവർക്കും മനസ്സിലായി കേട്ടോ.
അലീന ആ സങ്കടങ്ങൾ അവളോട് പറയാതെ പറയാണ്. മനു പറയുന്നുണ്ട്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണോ അലീന, നിനക്കങ്ങ് പോന്നൂടെ? എന്തിനാ മനുവേട്ടാ, ഞാൻ വന്നിട്ട് കുറച്ചു കാലല്ലേ ആയുള്ളൂ. ഇപ്പോ ഇവരോടെ ഒന്ന് സ്റ്റെബിളായി വരികയല്ലേ, മേഡാണെങ്കിലും ഒന്ന് ഉഷാറായിട്ട് വരികയല്ലേ. ആ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് വീണ്ടും പ്രശ്നമാവണ്ട, അതുകൊണ്ടാ വരാത്തത്. അപ്പോ രോഹി ചോദിക്കാണ്, അല്ലേ ചേച്ചി, ഈ സ്റ്റാലി ജോസഫുമായിട്ട് ചേച്ചിക്ക് എന്താ ബന്ധം? എനിക്കൊരു ബന്ധമില്ല. അല്ല, എനിക്കെന്തൊക്കെയോ ഒരു സംശയം പോലെ. എന്ത് സംശയം? അല്ല, ഒന്നുമില്ല എന്ന് പറയുമ്പം അങ്ങോട്ടേക്ക് സ്റ്റാലിനെ കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അലീന, നിനക്കെന്താ ഞാൻ നിന്റെ പപ്പയാണെന്ന് പറഞ്ഞാല് നിനക്ക് നാണക്കേടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ്. ചേച്ചിയുടെ പപ്പയോ? അതെ, ഞാൻ അലീനയുടെ സ്വന്തം പപ്പയാ. അലീനയ്ക്ക് അറിയില്ലായിരുന്നു ഞാൻ പപ്പയാണെന്നുള്ള കാര്യം. നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ ബാലേന്ദ്രമേനൻ, അയാളാ എന്നെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് അലീനെ ഏൽപ്പിച്ചത്. അത് മാത്രമല്ല, 23 വർഷക്കാലം ഇവളൊരു അനാഥാലയത്തിലായിരുന്നല്ലോ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ഒരു മകളുള്ള കാര്യം പോലും. ഇവള് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൊള്ളാലോ കഥ. അപ്പോ നിങ്ങൾക്കും അറിയില്ലായിരുന്നോ അലീന ചേച്ചി സ്വന്തം മകളാണെന്ന്? ഇല്ല, ഇങ്ങനൊരു മകൾ ജീവനുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നുട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ രോഹിത്തിന് എവിടെ നോക്കിയോ ഒരു കണക്ഷൻ തോന്നിക്കുകയാണ്. പക്ഷെ മനുവിനും കൃഷ്ണമ്മക്കും അറിയാലോ ഇത് സ്വന്തം അച്ഛനാണെന്നുള്ള കാര്യം. അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്തിനാ ചേച്ചി ഞങ്ങളോട് മറച്ചു വെച്ചത്, എന്തിനാന്ന് പറ എന്ന് ബബി ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ കൃഷ്ണമോളും മിണ്ടാ നിൽക്കുന്ന കാണുമ്പോൾ ബബിയെ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിനക്കും അറിയാല്ലേടി ഇത് ചേച്ചിയുടെ സ്വന്തം അച്ഛനാണെന്ന്? രേവതിക്കുട്ടിക്ക് അറിയാല്ലേ, മനുവേട്ടനും അറിയാല്ലേ എന്ന് ബബി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞങ്ങൾക്ക് ഞാൻ എന്നോട് രോഹിയേട്ടനോട് മാത്രം എന്തിനാ മറച്ചു വെച്ചത്? ചേച്ചിയുടെ അച്ഛനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സന്തോഷമല്ലേ. അന്നേ അച്ഛൻ പറഞ്ഞു ഏതോ ഒരു സുരക്ഷിതമായ കൈകളിലാണ് ചേച്ചി ഉള്ളതെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് സ്വന്തം അച്ഛൻ്റെ കൈകളിലാണെന്ന്. എന്തായാലും അച്ഛനെ കാണാൻ പറ്റിയല്ലോ അല്ലേ? അല്ല, അപ്പൊ ചേച്ചിയുടെ അമ്മ ആരാ? ഈ അച്ഛന് ചേച്ചി ഉള്ള കാര്യം പോലും അറിയില്ലെന്നല്ലേ പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് അറിയാതിരിക്കുമല്ലോ. അപ്പൊ അമ്മ ആരാന്ന് ചോദിക്കുമ്പം നമ്മുടെ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എനിക്കതിനെക്കുറിച്ച് അറിവില്ല, ഇതുപോലെ തന്നെ എവിടെയെങ്കിലും കാണും, കണ്ടെത്തണം എന്ന് അലീന പറയാണ്. പക്ഷെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പം രോഹിത്തിന് എന്തൊക്കെയോ ഒരു സംശയമാണേ. വൈകുന്നേരം എല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ട് റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ നടക്കാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് കൂടി വന്നിരിക്കുമ്പം രോഹി ചോദിക്കുന്നുണ്ട്, ചേച്ചി സത്യം പറ, ചേച്ചിയുടെ അമ്മ ആരാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? ഇല്ല മോനെ, എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാൻ പറയില്ലേ. സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞാൽ ഇയാളാണ് എൻ്റെ അച്ഛനെന്ന് എനിക്കറിയാം, അല്ലാതെ മറ്റൊരു ഡീറ്റെയിൽസും എനിക്കറിയില്ല. അപ്പൊ രോഹിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് മനുവിനും അതുപോലെ അലീനയ്ക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് സംസാരിച്ച് എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം മനു വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ കാര്യത്തില് വല്ല നീക്കുപോക്കും ആയോ? എന്താ നിന്റെ ഉദ്ദേശം? അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സോൾവ് ആകണം മനുവേട്ടാ. ഞാൻ സ്വന്തം മോളാണെന്നുള്ളത് അമ്മ അറിയണം, എന്നെ അംഗീകരിക്കണം. അച്ഛനും കുഴപ്പമില്ലാതെ എല്ലാവരും കൂടി സന്തോഷമായി ജീവിക്കണം. അങ്ങനൊരു കാലം വരുമ്പോൾ ഞാനും കാണും മനുവേട്ടൻ്റെ കൂടെ എന്ന് പറയാണ്. ഈ ജന്മം അങ്ങനെ ഉണ്ടാവോ? അതൊക്കെ ഉണ്ടാവും മനുവേട്ടാ എന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. അല്ല, രോഹിത്തിന് ശ്രദ്ധിച്ചോ എന്തൊക്കെയോ ഒരു സംശയമുള്ളതുപോലെ? സ്റ്റാലിയെ കണ്ടപ്പോൾ തൊട്ടേ അവൻ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ. അപ്പൊ തന്നെ ചോദിച്ചത് കേട്ടില്ലേ, ഇതാരാ, പേരെന്താ, ചേച്ചിയുടെ ആരാ എന്നൊക്കെ എന്തൊക്കെയോ അവൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. അതങ്ങനെ മനുവേട്ടാ, അവന് സംശയം വരാൻ വേണ്ടിയുള്ള ഒരു തെളിവുകളും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. എങ്കിലും എങ്ങനെയൊക്കെയോ അവനൊരു സംശയം വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അടിച്ചു പൊളിച്ചിട്ട് അലീനയും കണ്ട് സന്തോഷത്തോടെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ രോഹി പോയിട്ട് ഒന്നുകൂടി അവളുടെ അലമാരിയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വൈജ അലമാരിൽ നിന്നും ആ ഫോട്ടോ എടുത്ത് ഒന്നുകൂടി നോക്കുകയാണ്. വൈജയുടെ തോളത്ത് കൈയൊക്കെ വെച്ച് രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അതിനപ്പുറത്ത് എന്തോ ഉണ്ടെന്ന്. അങ്ങനെ ആ ഫോട്ടോ അവൻ തിരിച്ചു നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഡേറ്റ് കാണുന്ന കേട്ടോ. അതായത് 23 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ്. അച്ഛനുമാരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം 23 വർഷം ആകുന്നതേ ഉള്ളൂ. 22.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ അച്ഛനെ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള റിയൂണിയനാണ് പോയെന്നാണല്ലോ അമ്മ പറഞ്ഞത്. എന്നാൽ ഈ ഫോട്ടോയ്ക്ക് 23.5 കൊല്ലം പഴക്കമുണ്ട്. കൃത്യം പറഞ്ഞാൽ അച്ഛനുമായിട്ടുള്ള വിവാഹത്തിന് 1 വർഷം മുന്നേ ഉള്ള ഫോട്ടോയാ.
അങ്ങനെ നമ്മുടെ രോഹിത്തിന് സംശയങ്ങളൊക്കെ ഉടലെടുക്കുകയാണ്. ശരിക്കും അലിന ചേച്ചി സ്റ്റാലിയുടെ മകളാണെങ്കിൽ അമ്മയും സ്റ്റാലിനുമായുള്ള ബന്ധം എന്താ? അലിന ചേച്ചി ഇപ്പോൾ ആരുടെ മകളാ? ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം എന്താ? അങ്ങനെ 100,000 ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രോഹിത് ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.